എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 31 ഇന്ന് ആരംഭിക്കുന്നു. ഈ അധ്യായത്തില് രാധാദേവി തന്നെ ഉപേക്ഷിച്ചു പോയതും ആയിട്ടുള്ള വർത്തമാനമൊക്കെ ഗോപികളെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ ഇനി നമ്മള് സ്വന്തം പ്രയത്നത്താൽ മാത്രം കിട്ടാവുന്ന ഒരു വസ്തുവല്ല ഭഗവാൻ എന്ന് അവർക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് കനിവ് തോന്നി ദർശനം തരണം, അത് അവർക്ക് നല്ലോണം അങ്ങോട്ട് ബോധ്യായി. അങ്ങനെ അവര് ദുഃഖാർത്തരായ അവര് എവിടെ വെച്ചാണോ ഭഗവാൻ അന്തർധാനം ചെയ്തത് ആ കാളിന്തി പുളിനത്തിൽ തന്നെ ഭഗവന്മയികളായ ഗോപസ്ത്രീകള് ഭഗവത് ദർശനത്തെ തന്നെ മോഹിച്ചുകൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യം അങ്ങനെ കീർത്തിച്ചുകൊണ്ട് മനോഹരമായ ഒരു അധ്യായമാണ് ആ ഗോപികാ ഗീതം. ഓരോരുത്തരും ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ഗാനം ചെയ്യണം. അതിമനോഹരമായ കീർത്തനം. അത് ആചാര്യന്മാര് പറയണത് അത്രയും ശ്രുതി സുന്ദരമാണ് ഈ ഓരോ ശ്ലോകങ്ങളും എന്നാണ്. ശ്രുതി മനോഹരം, രാഗഭാവ ലയം എല്ലാം, താളം എല്ലാം ഒത്തുചേർന്ന ഗീതമാണ് ഈ ഗോപികാ ഗീതം എന്ന് പറയുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ ഏകത്രിംശോऽധ്യായഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃതാനനേന്ദോ മമ വാചി വിജൃംഭതാം മുരാരേർ മധുരിംണ കണികാപി കാപി കാപി വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ശ്രീഗോപീചരണാരവിന്ദപരമാണവേ നമഃ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാൻ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോऽഹം തവ കേശവ. ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതൽ കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമ സ്തൗമി പ്രസീദ അച്യുത മാരുതേശ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഗംഗണപതയേ നമഃ. സംസരസ്വത്यै നമഃ.
വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗോപ്യ ഊചു ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദയിത ദൃശ്യതാം ദിക്ഷു താവകാ ത്വയി ധൃതാസവ ത്വം വിചിന്വതേ. സ്ത്രീകൾ പറഞ്ഞു, ഹേ പ്രിയതമ, അങ്ങയുടെ അവതാര നിമിത്തം ഈ ഗോകുലം വൈകുണ്ഠത്തിനേക്കാളും ഉത്കർഷം പ്രാപിച്ചിരിക്കുകയാണ്. വൈകുണ്ഠത്തിനേക്കാളും മാഹാത്മ്യമുള്ളതായി മാറി അങ്ങ് അവതരിച്ചത് കൊണ്ട് ഞങ്ങളുടെ ഈ ഗോകുലം. എന്തുകൊണ്ടെന്നാൽ ഭഗവാനെ അവിടുത്തെ സന്നിധാനത്തെ കാക്ഷിച്ചുകൊണ്ട് മഹാലക്ഷ്മി ഈ ഗോകുലത്തിൽ തന്നെ നിവസിക്കണു. അതിനാൽ ഈ വ്രജത്തിൽ വസിക്കുന്ന സകല ചരാചരങ്ങളും സമൃദ്ധി പ്രാപിച്ച് സന്തുഷ്ടരായിരിക്കണം. എന്നാൽ അങ്ങയുടെ ദാസികളായ ഞങ്ങളാകട്ടെ അങ്ങയുടെ വേർപാട് സഹിക്കാൻ അശക്തകളായിട്ട് അങ്ങയെ സർവ്വ ദിക്കുകളിലും തിരഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ തിരഞ്ഞു ബുദ്ധിമുട്ടുന്നത് അങ്ങ് ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യണേ. അന്യന്മാരുടെ ദുഃഖം, പരദുഃഖം കാണുമ്പോൾ ഭഗവാന് കരുണ ഉണ്ടാകാതിരിക്കില്ലല്ലോ. അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവര് പറയാ, ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് വന്നില്ലെങ്കിലും ഞങ്ങളുടെ സങ്കടം ഒന്ന് കാണണേ അങ്ങ്. ഞങ്ങള് പ്രാണനെ ധരിച്ചിരിക്കുന്നത് അങ്ങയുടെ ദർശനം സിദ്ധിക്കണം എന്നുള്ള ഒരേ പ്രാർത്ഥനയോട് കൂടിയിട്ടാ. അതുകൊണ്ട് എല്ലാവർക്കും പരമസന്തോഷത്തെയും അഭിവൃദ്ധിയെയും നൽകുന്ന നിന്തിരുവടി ദാസികളായ ഞങ്ങളെ ഇങ്ങനെ ദുഃഖിപ്പിക്കണത് ശരിയാണോ ഭഗവാന്? ഇത് തീരെ ശരിയല്ലാട്ടോ എന്ന് പറയവര്. അങ്ങയുടെ ദർശനം സിദ്ധിക്കാഞ്ഞാൽ ഞങ്ങള് വേഗം മരിച്ചു പോകും. അതാണ് അവര് പറയണ. എന്റെ അർത്ഥം, വ്രജത്തില് വന്നു ചേർന്ന സമ്പത്ത് അനുഭവിച്ച് സുഖിച്ചിരിക്കുവിൻ, എന്തിനു മരിക്കണമെന്ന് നിങ്ങളിതൊക്കെ ചോദിക്കും എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാണാധാരം ധനാദികളല്ല. ഞങ്ങൾക്ക് അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ധനം. അങ്ങയെ കാണാതെ ഇനി ഒരു നിമിഷം ഞങ്ങള് ഇരിക്കില്ല. ഇനിയും അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായില്ലെങ്കിൽ ഞങ്ങൾ ഇതാ വേഗം മരിക്കും കേട്ടോ, വേഗം വരണേ എന്നാണ് അവര് പറയണത്. ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുഷാദൃശ സുരദനാഥ തേ അശുൽക്കദാസികാ വരദ നിഘ്നതോദേ നേഹ കിം വധ. ഈ അധ്യായത്തിൽ പറയണ ഓരോ ശ്ലോകവും ഓരോ ഗോപി പറയുന്നതായിട്ട് ധരിക്കണം. വാക്ചാതുര്യമുള്ള ഓരോരുത്തരും ഓരോ വിധം ഇങ്ങനെ പറയാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവര് പറയണു. ഒരു ഗോപി പറയണു, ഹേ പരമാനന്ദദായക, ഹേ വരദ, അങ്ങ് നൽകിയ വരം സഫലമാക്കാനെങ്കിലും ഞങ്ങൾക്ക് ദർശനം നൽകണേ. ശരത്കാലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ജലത്തിന്റെ മീതെ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളുടെ അന്തർഭാഗത്തുള്ള ശോഭയെ അപഹരിക്കുന്ന അങ്ങയുടെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം കൊണ്ട് ഇങ്ങനെ ഞങ്ങളെ പരവശകളാക്കി തീർക്കുന്നത് ഒരു തരത്തില് വധം തന്നെയല്ലേ. ആയുധം കൊണ്ട് കൊല്ലാത്തത് കൊണ്ട് ഇത് വധമല്ലെന്ന് വരുമോ? അങ്ങയുടെ നിഷ്കാമദാസികളായ ഞങ്ങളെ ഇങ്ങനെ ഹനിക്കണത് യുക്താണോ? പ്രതിഫലം ഇല്ലാതെ എന്തിനാ നിങ്ങൾ ദാസ്യം സ്വീകരിച്ചിരിക്കണത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് സമാധാനം പറയാം. സുരതനാഥ വരദ, പങ്കജശോഭയെ അപഹരിച്ചു ഞങ്ങളെ ഹനിച്ചു, പങ്കജശോഭയെ അപഹരിച്ചു ഞങ്ങളെ ഹനിച്ചു എന്നുള്ള ആ പ്രയോഗം അതാണല്ലോ ഈ ശ്ലോകത്തിൽ പറയണത്. ഹേ കൃഷ്ണ, അങ്ങ് മഹാചോരനാണ്. കള്ളന്മാരെ ദുർഗമങ്ങളിലിരിക്കുന്ന സാധനങ്ങൾ അപഹരിക്കുന്നത് പോലെ ജലദുർഗത്തിലിരിക്കുന്ന താമരപ്പൂവിന്റെ അന്തർഭാഗത്തിലുള്ള ആ ശോഭയെ അപഹരിച്ചതും, ആരും കാണാത്ത സ്ഥലത്തിൽ സാധുക്കളെ കൂട്ടിക്കൊണ്ടുപോയി കള്ളന്മാര് കൊല്ലണത് പോലെ ഞങ്ങളെ ഈ കാട്ടിൽ കൊണ്ടുവന്നു തന്നെ വിട്ട് ഓടിപ്പോയതും ചോരധർമ്മല്ലേ? അതാണ് എന്റെ അർത്ഥം. അതായത് കടക്കണ്ണുകൊണ്ടുള്ള നോട്ടത്താൽ അപഹരിച്ച ഞങ്ങളുടെ പ്രാണങ്ങളെ വിട്ടു തരാനായിട്ടെങ്കിലും രണ്ടാമത് ഞങ്ങളെ ഒന്ന് കടാക്ഷിക്കണമെന്ന് ആ ഗോപശ്രീയോട് പറഞ്ഞതിന്റെ അർത്ഥം. പ്രേമിക്കുന്ന ഞങ്ങളിൽ നിന്തിരുവടി പ്രസാദിക്കണേ. പ്രസാദിക്കണമെന്ന് മാത്രല്ലാതെ മറ്റൊരു യാതൊരു ഫലത്തെയും ഞങ്ങൾ ആഗ്രഹിക്കണില്ല. ആശുൽക്കദാസിക, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട എന്നുള്ള ആ പദം കൊണ്ട് അവര് പറയണത് അർത്ഥമാക്കണത് അതാണ്. പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടുള്ള ഭജനം ഭക്തി ലക്ഷണമല്ല. അപ്പൊ അതില് ഭഗവാൻ പ്രേമം ഇല്ലല്ലോ. അപ്പം എന്തെങ്കിലും ഫലം കാക്ഷിച്ചുകൊണ്ടാണ് പ്രേമിക്കണമെങ്കിൽ അത് ഭക്തിയല്ല. അതുകൊണ്ട് അവര് പറയണു, ഞങ്ങൾക്ക് അവിടുന്ന് മാത്രം മതി, അവിടുത്തെ ദർശനം തന്നെയാണ്, അത് മാത്രമാണ്, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ധനം. ഞങ്ങൾക്ക് വേഗം ദർശനം തരണേ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനിതാ അധികം താമസിയാതെ മരിച്ചു പോകും
എന്ന് അവര് ശരിക്കും പറയണം. അത്രയും വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഗോപസ്ത്രീകള്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.